ഓം വായുപുത്രായ നമഃ. ഹനുമാൻ ജനിച്ചതേ ഒരു അത്ഭുത ശിശുവായിട്ടാണ്. അനേകം അത്ഭുത സിദ്ധികളുള്ള ഒരു കുട്ടിക്കുരങ്ങ്. ഈ കുട്ടിക്കുരങ്ങാണ് പിന്നീട് ഹനുമാൻ എന്ന പേരിൽ പൂജ്യനായത്. ഈ കുട്ടിക്ക് ഹനുമാൻ എന്ന പേര് കിട്ടിയതെങ്ങനെ എന്ന് നോക്കാം. ഒരു നാൾ അമ്മ അടുത്തില്ലാത്ത അവസരത്തിൽ ഈ അത്ഭുത ശിശു മേലോട്ടൊന്നു നോക്കി. അപ്പോൾ കണ്ടതോ ആകാശത്തിലൊരു പഴുത്തു തുടുത്ത പഴം. ആ പഴുത്ത പഴം എന്തായിരുന്നു? ഉദിച്ചുയരുന്ന ഉദയസൂര്യനായിരുന്നു. ഉദയാസ്തമനങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്കത് മനസ്സിലാകും. ആകാശം ചുവന്നു തുടുത്ത് അതിലൊരു ചുവന്ന വൃത്തം, സൂര്യൻ്റെ കാലുമാറ്റം. ഉദയസൂര്യനെ പാകം വന്ന പഴുത്ത പഴമാണെന്ന് തെറ്റിദ്ധരിച്ച് ആ പഴം കൈക്കലാക്കാൻ വേണ്ടി ഈ കുട്ടിക്കുരങ്ങ് ഉയരത്തിലേക്ക് കുതിച്ച് ഒറ്റച്ചാട്ടം. ആ ചാട്ടത്തിൻ്റെ വേഗതയിൽ അവൻ സൂര്യന് സമീപമെത്തി. സൂര്യനെ സമീപിച്ച അവൻ്റെ ശക്തിയും വേഗവും കണ്ട് ദേവന്മാരും മറ്റും അത്ഭുത പരതന്ത്രരായി. അവരെല്ലാം ചിന്തിച്ചത് ഈ കുട്ടി വളർന്നു വലുതായാൽ എന്താവും ആയിരുന്നു അവർ ചിന്തിച്ചിരുന്നത്. വായു ഭഗവാൻ അദൃശ്യനായാണല്ലോ നടപ്പ്. അദ്ദേഹം തൻ്റെ പുത്രൻ്റെ പ്രവൃത്തി കണ്ട് എന്താവും അതിൻ്റെ പരിണാമമെന്നറിയാതെ പുറകെയുണ്ടായിരുന്നു. സൂര്യനോടല്ലേ കളിക്കുന്നത്? സൂര്യതാപം ഈ കുഞ്ഞിനെ എങ്ങനെ ബാധിക്കും എന്ന ആശങ്ക വായുദേവനുണ്ടായിരുന്നു. തീർച്ചയായും സൂര്യതാപം താങ്ങാൻ ഈ കുഞ്ഞിനാവില്ല. പുത്രനെ സംരക്ഷിച്ചുകൊണ്ട് വായുവും പുറകെ കൂടി. നല്ല കാറ്റ് ലഭിക്കുമ്പോൾ നല്ല ചൂടിൽ നമുക്ക് എന്താശ്വാസമാണ് തോന്നുക? വായു വീശി താപം തണുപ്പിച്ചുകൊണ്ട് ഈ കുട്ടിക്കുരങ്ങനെ പിന്തുടർന്നു. സൂര്യനോടടുക്കാറായിട്ടും കുട്ടി ശ്രമം ഉപേക്ഷിക്കുന്നില്ല. കുട്ടിക്കുരങ്ങ് സൂര്യനെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്നതിനിടയിൽ ദേവേന്ദ്രൻ്റെ ഐരാവതത്തെ കാണുവാനിടയായി. ഐരാവതത്തെ ഉപദ്രവിച്ചതറിഞ്ഞ ദേവേന്ദ്രൻ കുപിതനായി. പിന്നെ പറയാനുണ്ടോ? വജ്രായുധമെടുത്ത് പുറപ്പെട്ടു. തൻ്റെ വജ്രായുധം കൊണ്ട് കുട്ടിക്കുരങ്ങിനെ ദേവേന്ദ്രൻ വെട്ടി. വജ്രായുധം കൊണ്ട് വെട്ടിയ ഇടത്തെ താടിയെല്ലിലും കവിളത്തും വെട്ടേറ്റ പാവം കുട്ടിക്കുരങ്ങ് താഴെ ഭൂമിയിൽ പതിച്ചു. ദേവേന്ദ്രൻ്റെ ഈ പ്രവൃത്തി വായുദേവനെ ഒട്ടും ഇഷ്ടമായില്ല. വായുദേവൻ എന്ത് ചെയ്തെന്നോ? മകനെയും എടുത്തുകൊണ്ട് പാതാളത്തിലേക്കൊരു പോക്ക് പോയി. ത്രിലോകങ്ങളും സ്തംഭിപ്പിച്ച് വായുദേവൻ ദേവാദികളും മനുഷ്യഗണങ്ങളും മൃഗങ്ങളും എല്ലാം അവശരായി. വായു ശ്വസിക്കാതെ നമുക്ക് ജീവിക്കാനാകില്ല. വായുദേവൻ്റെ സമരമുറ വായു സ്തംഭിപ്പിക്കലായിരുന്നു. ഇന്ന് ഹർത്താലുകളിൽ കൂടി ജനജീവിതം സ്തംഭിപ്പിച്ച് എന്ന് നാം കേൾക്കുന്നത് പോലെ വായുദേവൻ്റെ സമരം അല്പം കട്ടി കൂടിയതായിപ്പോയില്ലേ എന്ന് തോന്നും. പ്രശ്നപരിഹാരം എളുപ്പത്തിലാവണമെങ്കിൽ സമരമുറയും അതുപോലെ കടുപ്പമുള്ളതാകണമെന്ന് വായുദേവന് തോന്നിക്കാണും. കാരണം തൻ്റെ മകൻ്റെ ബോധരഹിതനായി മരണത്തോട് മല്ലടിക്കുക എന്നതാണ് കാണുന്നത്. ജീവൻ മരണ പോരാട്ടമാണ് വായുദേവൻ കാണുന്നത്. വായുദേവൻ്റെ സമരം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഭവിഷ്യത്ത് ഭയങ്കരമായിരിക്കും. ലോകത്തിലെ സർവചരാചരങ്ങളും ജീവജാലങ്ങളും ഒക്കെ നശിച്ചു പോകും. ഒത്തുതീർപ്പ് വേണം. അതിനൊരു വഴിയേയുള്ളൂ: ബ്രഹ്മാവിനെ സമീപിക്കുക. ദേവന്മാർ ഓടി ബ്രഹ്മാവിനെ സമീപിച്ചു. സങ്കടം ബോധിപ്പിച്ചു. ബ്രഹ്മാവ് സൃഷ്ടാവല്ലേ? സർവ്വജീവജാലങ്ങളുടെയും രക്ഷ കണക്കിലെടുത്ത് ബ്രഹ്മാവ് പാതാളത്തിൽ ചെന്നു. അദ്ദേഹം തൻ്റെ തൃക്കൈ കൊണ്ട് വായുപുത്രനെ ഒന്ന് തലോടി. തലോടലേറ്റ വാനര ശിശു ഉടനെ എഴുന്നേൽക്കുകയും ചെയ്തു. ബ്രഹ്മാവിന് സമാധാനമായി. അദ്ദേഹവും മറ്റു ദേവന്മാരും വരങ്ങൾ നൽകി ഈ ശിശുവിനെ അനുഗ്രഹിച്ചു. ഈ അത്ഭുത ശിശുവിന് വരങ്ങളെല്ലാം ലഭിച്ചത് ദേവേന്ദ്രൻ കാരണമാണല്ലോ. ദേവേന്ദ്രൻ്റെ വജ്രായുധമേറ്റ് ഈ കുട്ടിക്കുരങ്ങൻ്റെ താടിയെല്ല് മുറിഞ്ഞല്ലോ. ആ മുറിവിൻ്റെ പാട് താടിയിൽ അവശേഷിച്ചതിനാലാണ് ഹനുമാൻ എന്ന പേര് ലഭിച്ചു എന്നാണ് അറിയപ്പെടുന്നത്. ഹനു എന്നാൽ താടിയെല്ല് എന്നൊരർത്ഥമുണ്ട്. ഹനു എന്നാൽ വിജ്ഞാനം എന്ന മറ്റൊരർത്ഥവുമുണ്ട്. രണ്ടും ഹനുമാന് ചേരും. കാരണം ഹനുമാൻ പരമവിജ്ഞാനിയാണല്ലോ. അഞ്ജനേയുടെ പുത്രനായതുകൊണ്ട് ആഞ്ജനേയൻ എന്നും, മാരുതി, വായുനന്ദനൻ, അനിലാത്മജൻ,
തുടങ്ങിയ പേരുകളിലും ഹനുമാൻ അറിയപ്പെടുന്നു. എല്ലാവർക്കും നമസ്കാരം. ഓം വായുപുത്രായ നമഃ.